ഇടുക്കി സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോർജിനെതിരെ രാജസ്ഥാനിലെടുത്ത മതപരിവർത്തന കേസിൽ ഇന്ന് വിധി പറയുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ദൗസ ജില്ലാ കോടതിയാണ് വിധി പറയുന്നത്. 4ാമത്തെ തവണയാണ് കേസ് പരിഗണിക്കുന്നത്. മുൻപ് പരിഗണിച്ചപ്പോൾ 10 അഭിഭാഷകരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. മുൻകൂർ ജാമ്യം തള്ളിയാൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട് പാസ്റ്റർക്ക്. പാസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. പാസ്റ്റർ തോമസ് ജോർജ്, ഗുഡ് മോർണിംഗ്. പാസ്റ്റർ തോമസ് ജോർജ്, ഇന്നിപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ഫാദർ? ഗുഡ് മോർണിംഗ്. ഇന്ന് 4ാമത്തെ തവണയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു പ്രതീക്ഷയുണ്ട് ഇത് കിട്ടുമെന്ന്. പക്ഷെ അറിയില്ല എന്താ കാരണം. ഇത്ര തവണ 1 മാസത്തോളമായി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അവരോട് പലപ്പോഴും തെളിവ് ചോദിച്ചിട്ട് തെളിവൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു വലിയ സംശയമുണ്ട്. ഓക്കെ, ഇന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രോസിക്യൂഷന് വേണ്ടി കൂടുതൽ അഭിഭാഷകരൊക്കെ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായി ഇല്ലേ? 10 അഭിഭാഷകർ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി. എങ്ങനെയും കൂട്ടാനാണ് നീക്കം. ഏതെങ്കിലും വഴിയിൽ എന്തെങ്കിലും തെളിവ് ഉണ്ടാക്കാവോ എന്ന് അവർ നോക്കുകയാണ്. ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. പക്ഷെ തെളിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരുപക്ഷെ ഇന്ന് പരിഗണിക്കുന്നില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? ഇന്നും അത് മാറ്റിവെക്കാൻ സാധ്യത ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ മാറ്റിവെച്ചെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്കായിരിക്കും. ഞാൻ അതുകൊണ്ട് അവിടെ മറ്റൊരു സ്ഥലത്തേക്ക്, സ്ഥലം ഞാൻ പറയുന്നില്ല, മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, സേഫ് ആയിട്ടിരിക്കൂ തോമസ് ജോർജ്. നമുക്ക് വിധി വരുമ്പോൾ ഞങ്ങൾ ബന്ധപ്പെടാം. താങ്ക് യു. പാസ്റ്റർ തോമസ് ജോർജ് ആണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം മറ്റൊരു ലൊക്കേഷനിലാണ് ഇപ്പോഴുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ ദൗസ കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻകൂർ ജാമ്യം കേട്ടിട്ട് വീണ്ടും അത് മറ്റൊരു വിവാദമായി പോകുന്നു. ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട പാസ്റ്റർമാരും ബ്രദർമാരും ഒക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് കാര്യമായ പിന്തുണ പലരുടെയും ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. അതേസമയം സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയതുപോലെയുള്ളൊരു പിന്തുണ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടുള്ള ബ്രദർമാർ അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങളിലില്ല. അവർക്കെതിരെ തെളിവില്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അവർക്ക് അനുകൂലമായിട്ട് ശക്തമായ പ്രതിഷേധമുണ്ടാവാത്തത് എന്നത് സംശയം ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ്.